പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വന്ദനം. അതിഗൗരവമായി ഇന്നു പകൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. അതിപ്രകാരമാണ്: നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് മറ്റു പലതിനും നോക്കി ഭയപ്പെടുന്നത്? ഇന്ന് ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം, സ്വയമായി ക്രമീകരിക്കപ്പെടേണ്ട ഭാഗങ്ങളെ ക്രമീകരിക്കപ്പെടാതെ, ജീവിതത്തിൽ മാറ്റേണ്ട സ്വഭാവങ്ങളും രീതികളും മാറ്റാതെ മറ്റു പല സാഹചര്യങ്ങളെ നോക്കി നാം പിറുപിറുക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയാകാം അവരുടെ വാക്കുകൾ. അയലത്തുള്ള വ്യക്തികൾ ഞങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നതാണ്, ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നതാണ്, ഞങ്ങളുടെ ചർച്ചക്കാർ ഞങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നതാണ്, ഞങ്ങൾ പാർക്കുന്ന മണ്ണുമായി ഉള്ള വിഷയമാണ്. മറ്റു പലതും പറയുന്ന വ്യക്തിയാണോ നിങ്ങൾ? എനിക്കൊരു ചോദ്യം. നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ അവനെ ധരിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്തേ മറ്റു പല സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ തടയുന്നു? പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളത് തിരിച്ചറിയണം. കാരണം ലോകത്തെ ജയിച്ച ജയം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. അതെ, നിങ്ങൾ ഈ സമയം തൊട്ട് മറ്റു പലതിനെയും പഴി പറയാതെ ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്ന നീ, അവന്റെ ഉള്ളിൽ വസിക്കുന്ന നീ, നിന്റെ ഉള്ളിൽ വസിക്കുന്ന അവൻ ജയിച്ചവനാണ്. അവൻ പരാജിതനല്ല, അവൻ ജയാളിയാണ്. ആയതിനാൽ മറ്റു സാഹചര്യങ്ങളെ പഴി പറയാതെ നീ ധൈര്യമായി അതിനെ മൈൻഡ് ചെയ്യാതെ ധൈര്യമായി മുന്നേറുമെങ്കിൽ, നീ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ, നീ ആ സാഹചര്യങ്ങളെ പഴി പറയാതെ, ഓ എൻ്റെ തലമുറ വിടുവിക്കപ്പെടാത്തത് അവർ ഇവർ ചെയ്തത് എന്ന് പറഞ്ഞ് നീ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ നീ നിന്നോട് തന്നെ പറ, അല്ല, ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നു, എനിക്ക് ആ വിഷയത്തിന് എൻ്റെ യേശുവിനാൽ എനിക്ക് ജയമുണ്ട്, എനിക്ക് വിടുതലുണ്ട്. എൻ്റെ ഭർത്താവ്, എൻ്റെ തലമുറ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, ഇവരിനെല്ലാം എനിക്കൊരു ജയമുണ്ട്. ഏത് സാഹചര്യത്തെയും അനുഗ്രഹമാക്കാൻ യേശുവിനെ കഴിയും. നിങ്ങളുടെ വാക്കുകൊണ്ട് പൈശാചിക മണ്ഡലത്തെ വലുതാക്കാതിരിക്കുക, അവയെ തടയുക. അവയുടെ ശക്തികളെ നിങ്ങളിലുള്ളവൻ തകർത്തെറിയും. നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി അവയെ നിലപരിചയാക്കും. നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിനെ കുടഞ്ഞെറിയും. നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി നിങ്ങളുടെ കാലിൽ, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ശരീരത്തിൽ, രോമകൂപങ്ങളിൽ അവന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. കാരണം അവന്റെ രക്തത്താൽ നിനക്ക് വീണ്ടെടുപ്പ് നൽകിയതാണ്, ജയം നൽകിയതാണ്. ആയതിനാൽ നീ സാഹചര്യങ്ങളെ പഴി പറയാതെ നീ ധൈര്യമായി മുന്നേറ്. ഒരു ശക്തിയും നിന്നെ ജയിക്കത്തില്ല, ഒരു വെല്ലുവിളിയും നിന്നെ ജയിക്കത്തില്ല. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ജയാളിയാണ്. ആയതിനാൽ മുന്നോട്ട് പോകുക. നീ പരാജിതനാകത്തില്ല. സഹോദരി, നീ പരാജിതയാകത്തില്ല. കുഞ്ഞെ, നീ പരാജിതയാകത്തില്ല. ക്രിസ്തുവായിരിക്കട്ടെ നിന്റെ മെയിൻ പോയിന്റ്, നിന്റെ കേന്ദ്രബിന്ദു ക്രിസ്തുവായിരിക്കട്ടെ. മറ്റു പലതിനെയും നിന്റെ നാവിൽ നിന്ന് ഒഴിഞ്ഞു കളയുക. മറ്റു പല സാഹചര്യങ്ങളെയും നീ ഒഴിഞ്ഞു മാറ്റുക, വകഞ്ഞു മാറ്റുക. ക്രിസ്തു തന്നെയായിരിക്കട്ടെ നിന്റെ ഫോക്കസ്. ഗോഡ് ബ്ലസ് യു.